മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ സാത്താൻ്റെ പദ്ധതികളെ തകർക്കുവാനുള്ള സർവായുധ വർഗത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നു. എട്ടാമത്തേതായിട്ടുള്ള തീഷ്ണത എന്ന മേലങ്കിയെക്കുറിച്ചാണ് പറഞ്ഞത്. തീഷ്ണത എന്ന മേലങ്കി യെശയ്യാപ്രവചനം 59:17 റെഫറൻസാണ്. നമ്മളിലുള്ള തീഷ്ണത, ദൈവത്തിൻ്റെ പ്രവർത്തനം ചെയ്യാനുള്ള തീഷ്ണത നമ്മൾ മേലങ്കിയായി നമുക്ക് വരുമ്പോഴേ ദൈവം നമ്മളെ സഹായിക്കുകയും അതിനുള്ള തടസ്സങ്ങളൊക്കെ ദൈവം മാറ്റിത്തരികയും ചെയ്യുന്നതായിട്ട് കാണും. ഉദാഹരണമായിട്ട് നമ്പേഴ്സ് സംഖ്യാപുസ്തകം 25:11 അഹ്റോൻ്റെ കൊച്ചുമകനായ ഫീനെഹാസ് സിമ്രിയെയും മിഥ്യാന്യ സ്ത്രീയായ കൊസ്ബിയെയും കുത്തിക്കൊന്ന കാര്യം, ദൈവത്തിൻ്റെ ക്രോധം അവിടെ അവസാനിച്ച കാര്യമെല്ലാം നമ്മൾ പറഞ്ഞതാണ്. 24,000 പേര് മരിച്ചു. പൗരോഹിത്യം ഫീനെഹാസ് ദൈവത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചപ്പോൾ അത് ആ തലമുറയായി നിൽക്കുവാനായിട്ട് ദൈവം ഇടവരുത്തിയ കാര്യമെല്ലാം നമ്മൾ സംസാരിച്ചു. ദൈവത്തിൻ്റെ തീഷ്ണത ജനത്തിന് വേണ്ടിയാണ്. ഈ ദൈവത്തിൻ്റെ തീഷ്ണത ജനത്തിന് വേണ്ടി ആകുമ്പോഴേ, ജനം ദൈവത്തോട് കോപ്പറേറ്റ് ചെയ്യുമ്പോഴേ ദൈവത്തിനകത്ത് വലിയ സന്തോഷമാണ്. അപ്പോഴേ പിശാചിൻ്റെ ശക്തികളെ വെല്ലുന്ന വലിയ ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കും. യെശയ്യാപ്രവചനം 42:13 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണത ജ്വലിപ്പിക്കും. അവൻ ആർത്ത് വിളിക്കുവാൻ ഉച്ചത്തിലാർക്കും, തൻ്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. ദൈവം തൻ്റെ ശത്രുക്കളോട് വീര്യം ദൈവത്തിൻ്റെ ശത്രു ആരാണ്? ദൈവത്തിൻ്റെ ശത്രു പിശാചാണ്. പിശാചോട് വീര്യം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? തീഷ്ണത കാണിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ദൈവത്തോട് സഹകരിക്കുമ്പോഴേ, കോപ്പറേറ്റ് ചെയ്യുമ്പോഴാണ്. സെഖര്യാപ്രവചനം 8:1-2 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ മഹാതീഷ്ണതയോട് സിയോന് വേണ്ടി എരിയുന്നു, ഞാൻ അതിനു വേണ്ടി മഹാക്രോധത്തോടെ എരിയുന്നു. സിയോന് വേണ്ടി മഹാതീഷ്ണതയോട് എരിയുന്ന ദൈവം, ദാറ്റ് ഈസ് എ സീൽ ആൻഡ് പാഷൻ ഫോർ ഗോഡ്. എന്തിനാണ്? ആ ദൈവം തൻ്റെ പദ്ധതി നടപ്പാക്കാനായിട്ടുള്ള തീഷ്ണതയാണ്. അതായത് ദൈവത്തിൻ്റെ ഒരു ഗോള്, ആ പദ്ധതി നടപ്പാക്കുമ്പോഴേ അതിൽ എന്ത് തടസ്സം വന്നാലും ദൈവം മാറ്റിക്കളയും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. ഇനിയും കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4:12-13 ഒരു ദൈവദാസനായ എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്നുണ്ട്. കൊലോസ്യർ 4:12-13 നിങ്ങളിലൊരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെല്ലുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവത്തെ സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അവന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഗ്രേറ്റ് സീൽ ഫോർ യു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗ്രേറ്റ് സീൽ, നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹിരപ്പയിലർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് സാക്ഷി. ഇംഗ്ലീഷിലെ ഹി ഹാസ് എ ഗ്രേറ്റ് സീൽ ഫോർ യു. കൊലോസിയ, ലവോദിക്ക, ഹീരപോലീസ് എന്നീ സഭകളോടുള്ള താല്പര്യം പാസ്റ്റർക്ക് വേണ്ടിയൊരു ഹൃദയമാണത്. സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. ഇന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന ഒരവസ്ഥയല്ല. പ്രാർത്ഥിക്കുക, തീഷ്ണതയോട് പ്രാർത്ഥിക്കുക. ഈ എപ്പഫ്രാസ് എന്ന ആള്, ഈ ദൈവത്തിൻ്റെ ദാസനെ, ആ സഭയെ ഓർത്ത് എന്താണ് പൂർണ്ണ നിശ്ചയത്തോട് ദൈവഹിതം സംബന്ധിച്ച് തികഞ്ഞവരാകേണ്ടതിന് ആ സഭകളെ ഓർത്ത് ദിനം പ്രതി പ്രാർത്ഥിക്കുന്നു. ആ തീഷ്ണത ദൈവം അവനെ സഹായിക്കും. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. അത് തീർച്ചയായും ദൈവം കേൾക്കും. കാരണം ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനയാണ്. യേശുക്രിസ്തു ചെയ്ത ഒരു കാര്യം കൂടി ഈ തരണത്തിൽ ഒരു ഇൻസിഡൻറ്റും കൂടി വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2:13-17 യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവർ അവിടെ ഇരിക്കുന്ന പൊൻവാണിപ്പക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിപ്പക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞ് മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇതിവിടെ നിന്ന് കൊണ്ടുപോകുവാൻ എൻ്റെ പിതാവിൻ്റെ ആലയം വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്ന ഓർത്തു. കർത്താവിന് തൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ്. അവൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. അത് മണി ചേഞ്ചേഴ്സ് ഉപയോഗിക്കുകയാണ്. കളിപ്പിക്കലുകൾ നടക്കുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു.
ആളുകൾ മൃഗങ്ങളെയും യാഗവസ്തുക്കളെയൊക്കെ അവിടെ കൊണ്ടുവരുമ്പോൾ ഊനമില്ലാത്ത ആടുകളെയൊക്കെ കൊണ്ടുവരണം. ഈ ഊനമില്ലാത്ത ആടുകളെ അവർ കൊണ്ടുവന്നാൽ പോലും ഈ മഹാപുരോഹിതന്മാർ അല്ലെങ്കിൽ അവിടെയുള്ള ഫാരസീസ്, അവിടെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുണ്ട്, അവർ എന്തെങ്കിലും കുറ്റം ആ ആടിനെ കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ചെറിയൊരു വിലയ്ക്ക് അവിടെ നിന്ന് വാങ്ങിച്ചെടുത്തിട്ട് അവർ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു ആടിനെ ഊനമില്ലാത്തതെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ച് ഇതിനെക്കൊണ്ട് യാഗം കഴിപ്പിക്കാനായിട്ട് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഒരുപാട് പൈസ കിട്ടും. യവൻ്റെ നിന്ന് വാങ്ങിച്ച ഊനം അല്ലെങ്കിൽ ഒരു കുറവുള്ള ആടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സാധനം വേറൊരാൾക്ക് അവർ മറിച്ചു കൊടുക്കും, ഊനമില്ലാത്ത ആടെന്ന് പറഞ്ഞ്. അതുപോലെ കള്ളത്തരങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ കളിപ്പിക്കൽ കാണിക്കുന്ന വാണിഭശാല അല്ലെങ്കിൽ അതുപോലെ മണി ചേഞ്ചേഴ്സ്, പല സ്ഥലങ്ങളിൽ നിന്ന് പല കൺട്രികളിൽ നിന്ന് വരുന്നവരുടെ ഫോറിൻ എക്സ്ചേഞ്ച്, അത് ചേഞ്ചേഴ്സും ഇങ്ങനെയൊക്കെയുള്ള കച്ചവടശാലയാക്കി മാറ്റി. അപ്പോഴേ യേശുവിന് ആലയത്തെക്കുറിച്ചുള്ള എരിവ് വന്ന്, ഇതുപോലെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ നമുക്ക് എരിവുണ്ട്. എന്തിനാണ്? ഈ ലോകത്തിൽ നടക്കുന്ന അധർമ്മത്തിന് അതുപോലെ അനീതിക്കുമെതിരായിട്ട് നമ്മൾ ശബ്ദമുയർത്തി അതിന് ധാർമ്മിക രോഷം നമ്മളിൽ ഉണ്ടാകുകയും ചെയ്യണം. ഈ എരിവ് ആണ് പിശാചിൻ്റെ എല്ലാ തീയമ്പുകളെയും കെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ചമ്മട്ടിയെടുത്ത് അടിക്കണം എന്നുള്ളതല്ല പറഞ്ഞ്, നമ്മൾ തിന്മകൾക്കെതിരെ, ചതിക്കുന്നവർക്കെതിരെ, അല്ലെങ്കിൽ ഈ അനീതി നടത്തുന്നവർക്കെതിരെ, അങ്ങനെയുള്ള അതുപോലെ സാത്താൻ്റെ അരികിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നവർക്കെതിരെ അതെല്ലാം നമ്മൾ ധാർമ്മിക രോഷം കൊണ്ട് അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായിട്ട് തീഷ്ണത എന്ന മേലങ്കി ധരിക്കുക. ഈ ഒരു സർവായുധ വർഗം നമ്മൾ ധരിക്കണം. അപ്പോൾ ഈ 8 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും ഇതുമായിട്ട് ചേർന്ന് പറഞ്ഞ്, ആയുധം ധരിക്കുന്ന 8 കാര്യങ്ങൾ. ഈ 8 കാര്യങ്ങളും എല്ലാവർക്കും ധരിക്കാവുന്നതാണ്, ദൈവത്തിൻ്റെ മക്കൾക്കെല്ലാം ധരിക്കാവുന്നതാണ്. ഈ 8 കാര്യങ്ങളും നമ്മൾ കൺക്ലൂഡ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ 8 കാര്യങ്ങൾ, ഈ പറഞ്ഞ 8, ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. 8 കാര്യങ്ങളും യേശുക്രിസ്തുവിൽ ഫുൾഫിൽ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതാണ് ഏറ്റവും മനോഹാരിത. ഞാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്ന് വന്ന തീഷ്ണത. ബാക്കിയെല്ലാം തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വന്നതാണ്. ഇതെല്ലാം എടുക്കുമ്പോൾ അത് യേശുക്രിസ്തുവിൽ കൊണ്ടുവന്ന് പ്രതിനിധാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. യേശുക്രിസ്തു സത്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. യേശു പറഞ്ഞാണ്, ജീസസ് ഈസ് ട്രൂത്ത്. രണ്ടാമത് ജീസസ് ഈസ് റൈച്ചസ്നസ്. യേശു ദൈവത്തിൻ്റെ നീതിയാണ്. 2 കൊരിന്ത്യർ 5:21, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ജീസസ് ഈസ് ദ റൈച്ചസ്നസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നീതിയാണ്. ജീസസ് ഈസ് അവർ അൾട്ടിമേറ്റ് പീസ്. യേശുക്രിസ്തു നമ്മുടെ സമാധാനമാണ്. എഫേസ്യർ 2:14, അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. അവൻ നമ്മുടെ സമാധാനം. ജീസസ് ഈസ് അവർ അൾട്ടിമേറ്റ്. അടുത്ത, ജീസസ് ഈസ് ദ സോഴ്സ് ഓഫ് ഫെയ്ത്ത്. യേശു ക്രിസ്തു ആണ് വിശ്വാസത്തിൻ്റെ മൂലം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാരണം. എഫേസ്യർ 2:8, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. സോ യേശു സോഴ്സ് ഓഫ് ഫെയ്ത്ത് ആണ്. 5-ാമത്തെ, ജീസസ് ഈസ് അവർ സാൽവേഷൻ. യേശു നമ്മുടെ രക്ഷയാണ്. യേശു നമ്മുടെ രക്ഷയാണ്. റോമർ 6:23, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. യേശു ക്രിസ്തു നമ്മുടെ നിത്യജീവൻ ആണ്. ജീസസ് ഈസ് ദ ലിവിങ് ബ്രീത്തിങ് വേർഡ് ഓഫ് ഗോഡ്. യേശു ക്രിസ്തു ജീവിക്കുന്ന, ശ്വസിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ശ്വാസം തരുന്ന ദൈവത്തിൻ്റെ വചനം. യോഹന്നാൻ 1:14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു,
ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിങ്കൽ നിന്ന് ഏകജാതനായ എൻ്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായ ക്രിസ്തു, ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. യേശു ക്രിസ്തു വചനമാണ്. ജീസസ് ഈസ് ആൾവേസ് പ്രേയിങ്. യേശു എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ആർക്കു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. ജീസസ് ഈസ് ആൾവേസ് പ്രേയിങ് ഫോർ അസ്. എബ്രായർ 7:25. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമുക്ക് വേണ്ടി സദാകാലം പക്ഷപാതം ചെയ്യുന്ന കർത്താവ്. ജീസസ് ഈസ് ആൾവേസ് പ്രേയിങ്. ജീസസ് ഈസ് അവർ സീൽ. നമ്മുടെ തീഷ്ണത കർത്താവാകും. യോഹന്നാൻ 2:17 നേരത്തെ വായിച്ചാണ്. എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുക. അപ്പോഴും നമുക്കറിയാം, ഈ 8 ആയുധവും യേശുവിനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ്, യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ യേശുവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. യേശുവാണ് നമ്മുടെ രക്ഷ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ റോമർക്കെഴുതിയ ലേഖനം 13:11-14 വാക്യങ്ങൾ പറയുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക. ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. യേശുവിനെ ധരിക്കുക എന്നുള്ളൊരു ചിന്തയാണ് നമുക്കിവിടെ വരുന്നത്. യേശുവിൻ്റെ ക്യാരക്ടറാണ് ഈ പറഞ്ഞതെല്ലാം. ട്രൂത്ത്, റൈച്ചസ്നെസ്, പീസ്, സോഴ്സ് ഓഫ് ഫെയ്ത്ത്, സാൽവേഷൻ, വേർഡ് ഓഫ് ഗോഡ്, പ്രേയിങ് ആൻഡ് അവർ സീൽ. ഈ 8 കാര്യങ്ങൾ യേശുവിനെ ധരിക്കുമ്പോഴേ നമ്മൾ വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി ജീവിക്കുന്നതായിട്ട് കാണും. റോമർക്കെഴുതിയ ലേഖനം 13:11 വാക്യങ്ങൾ. അതുകൊണ്ട് ഇരുട്ടിൻ്റെ കഴിവാറായി, രാത്രി കഴിവാറായി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവ് ആസന്നമായി. അതുകൊണ്ട് നിങ്ങൾ ഇനിയും പഴയ രീതിയിൽ ജീവിക്കാനായിട്ട്, ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പകൽ എന്നതുപോലെ കർത്താവിൻ്റെ വരവായതുകൊണ്ട് വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കണം. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ള ഒരു സംക്ഷിപ്തമായിട്ടുള്ളൊരു ഒരു എൻഡിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഈ 8 ആർമറിൻ്റെ കാര്യം പറഞ്ഞു. ആയുധം നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമുക്ക് പിശാചിൻ്റെ പ്രവർത്തനങ്ങളിലെ നമ്മൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വീക്കായി പോയാൽ അതിൽ കൂടി പിശാച് കയറും. അതുകൊണ്ട് ഈ 8ഉം ഒരു നാരങ്ങയുടെ അല്ലെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ അല്ലി പോലെ, ഒരു ഫ്രൂട്ടിനകത്തിരിക്കുന്നത് പോലെ ഈ 8ഉം ഒരുമിച്ച് തന്നെ നമ്മൾ വളരണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ പിശാചിൻ്റെ എല്ലാ വൈൽസും അവൻ്റെ എല്ലാ നമ്മളെ പീഡനത്തിലും അവൻ്റെ എല്ലാ പരീക്ഷകളിലും അതിക്രമങ്ങളിലും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇത് ബൈബിൾ പറയുന്ന ചില കാര്യങ്ങളാണ്. അത് ഇനിയും കുറച്ച് കാര്യം കൂടെ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. എനിക്ക് ഇനിയും ചില ആയുധങ്ങൾ കൂടിയുണ്ട്. ആ ആയുധങ്ങൾ കുറച്ചും കൂടി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. അത് നമുക്ക് നിക്ഷേപം കൂട്ടുവാനുള്ള ചില ആയുധങ്ങളാണ്. ആ ആയുധവും നമ്മൾ ഏറ്റെടുക്കുമ്പോഴേ ഒരു പെർഫെക്റ്റ് കവറേജ്, ഒരു പൂർണ്ണമായിട്ടുള്ളൊരു കവറേജ് വരും. തീർച്ചയായും നമ്മുടെ ഇന്നത്തെ ചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ഒരു എപ്പിസോഡോടുകൂടി നമ്മളെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള സക്സസ്ഫുള്ളായിട്ട് എങ്ങനെ അതിനെ കവർ ചെയ്യാമെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. തീർച്ചയായും ഇതെല്ലാം വാച്ച് ചെയ്യണം. നിങ്ങളേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് കാണണം. എല്ലാ ദിവസവും 9:30 മണിക്കാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 9:30 മണി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് കിടക്കാനും ഉറങ്ങാനും ഒക്കെയുള്ള ഒരവസരമായതുകൊണ്ട് ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാനും കൂടിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഇത് സീരിയസ് ആയിട്ട് എല്ലാ ദിവസവും കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും അതിനോട് നിങ്ങൾ റെസ്പോൺസിബിളായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സർവായുധവർഗം ധരിക്കുന്നവരായിരിക്കാൻ 8 കാര്യങ്ങൾ ആയുധങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇതെല്ലാം ദിവസവും ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ ധരിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിപ്പാനായിട്ട് ഞങ്ങളെ ഇടവരുത്തണമേ. അതൊന്ന്
വിശകലനം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രത്യേകിച്ച് ക്യാൻസർ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വയറ്റിലുള്ള ഗ്രോത്ത് ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്നു, അത് പ്രയാസം, ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഡോക്ടർ അതിൽ കീമോ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണമായിട്ട് റിലീസ് ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാം നീ കുറച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രത്യക്ഷമാകട്ടെ, മുഴകളൊക്കെ അപ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് നടക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവരുടെ ആ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ യൂറിനറി ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസങ്ങളിലിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഇത് ശ്രദ്ധിക്കുന്നു. അതിന് വേണ്ടായിട്ടുള്ള പ്രവർത്തനരഹിതമായിട്ട് ട്യൂബ് ഇട്ടിരിക്കുന്നു. ആ പ്രയാസത്തിൽ നിന്ന് കർത്താവെ നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഴയതുപോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസങ്ങളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യൂറിന് അറിയാതെ പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടല്ലോ ദൈവമേ, അതിൽ നിന്നെല്ലാം കർത്താവെ നീ വിടുവിക്കുകയും അതെല്ലാം നോർമലായി തീരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നീ കൊടുക്കുന്ന വിടുതലിനായിട്ട് കർത്താവെ, നീ കൊടുക്കുന്ന കൃപകൾക്കായിട്ട്, നീ കൊടുക്കുന്ന ശക്തിക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെയൊക്കെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ വിഷമിക്കുന്ന ചില ആളുകൾ കർത്താവെ, അത് സീരിയസ് ആയിട്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു, എന്നാലും അത് നടക്കുന്നില്ല. വീണ്ടും അതിലേക്ക് തിരിയുന്ന അനുഭവങ്ങളെ ദൈവമേ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ആ പൈശാചിക ശക്തികളെ ഞങ്ങളെ ഖണ്ഡിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അത് അവനെ വിട്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലെ അതിനൊരു വിരക്തി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ. ജെനുവിനായിട്ട് അതിനോടുള്ള ഒരു വിരക്തി ഈ ദിവസങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ബോണ്ടേജിൽ നിന്ന് വലിയൊരു വിടുതൽ നീ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. എന്നോട് ഇന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കണം. നീ കൊടുത്തിരിക്കുന്ന എല്ലാ വിടുതലിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ അയക്കണം. ആ പ്രയർ ലൈനിൽ വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.